ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ നല്ലൊരു പഴുത്ത പപ്പായയാണിത്, അഥവാ ഓമയ്ക്ക. ഇത് നമ്മുടെ യാർഡിൽ വളർത്തുന്ന ഓമയിൽ നിന്ന് പറിച്ചതാണ്. ഇത് പറിച്ച് വെച്ചിരുന്ന് പഴുപ്പിച്ചു, അല്ലെങ്കിൽ അത് കാക്കയൊക്കെ വന്ന് കൊത്തുകയൊക്കെ ചെയ്യും. ഇത് നല്ലതുപോലെ പഴുത്തതാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ 2 പീസസ് ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നു. ഇത് എല്ലാം കൂടെ എടുത്താൽ കഴിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ 2 പീസസ് ആയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. ഇതിൽ ഒരു പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്യും, അതാണ് ഇന്ന് കഴിക്കുന്നത്. അടുത്ത പീസ് നാളെ എടുക്കും. ഇതിൻ്റെ സ്കിൻ ഇങ്ങനെ നല്ലതുപോലെ ചെത്തിക്കളയണം. ഇങ്ങനെ ഇത് 2 പീസസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീഡ് ഇങ്ങനെ എടുത്ത് കളയണം ഇൻസൈഡിൽ നിന്ന്. ഇങ്ങനെയാണ് ഞാനിന്നിത് കട്ട് ചെയ്യുന്നത്. അപ്പം പീസസ് എടുത്ത് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓമയ്ക്ക കട്ട് ചെയ്തിരിക്കുന്നത്, നീളത്തിൽ. ഇനിയൊന്ന് കഴിച്ച് നോക്കട്ടെ. ദിസ് ഈസ് സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റാണ്. ഓമയ്ക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വാ, എല്ലാവർക്കും തരാനുണ്ട്. ഈ ഓമമരത്തിൽ നിന്നാണ് ഓമയ്ക്ക പറിച്ചത്. കാറ്റ് വന്ന് ഒടിഞ്ഞ ഓമ വീണ്ടും പല ബ്രാഞ്ചസായിട്ട് വളർന്ന് അതിൽ നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട്. ചെറിയ ഓമകളും യാർഡിൽ ധാരാളമുണ്ട്. ഈ ഓമകളൊക്കെയും ഓമയ്ക്ക പഴുത്തത് കഴിച്ചിട്ട് അതിൻ്റെ സീഡിട്ട് വളർത്തിയതാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓമയ്ക്ക കഴിച്ചിട്ട് സീഡിങ്ങനെ യാർഡിൽ വിതറിയിട്ട് പോകും. പിന്നെ വരുമ്പോഴത്തേക്കിനും നിറയെ ഓമയ്ക്കായുമായിട്ട് ആ ഓമയൊക്കെ വളർന്നിങ്ങനെ നിൽക്കും. ചെറിയ ബ്രാഞ്ചിലുള്ള ഒരു പൂവാണിത്. ചെറിയ ബ്രാഞ്ചുകളിലും ഓമ പൂത്ത് ഇങ്ങനെ ഓമയ്ക്ക ഉണ്ടാകും. Thank you for watching.